വീട് നിർമ്മാണത്തിൽ വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഹായ് വ്യൂവേഴ്സ്, ഞാൻ സലീം ആൽക്കൽ. നിരപ്പായ പ്രതലമാണ് എപ്പോഴും വീട് നിർമ്മാണത്തിന് അനുയോജ്യം. ചെരിഞ്ഞ പ്രതലമോ മറ്റോ ആണെങ്കിൽ അത് നിരത്തിയതിനു ശേഷം വേണം വീട് നിർമ്മിക്കാൻ. ഭൂമിയുടെ കിടപ്പ് അനുസരിച്ച് വേണം വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കാൻ. വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കാൻ നല്ലൊരു എൻജിനീയറെ കണ്ട് തുറന്ന ഒരു സംസാരം അനിവാര്യമാണ്. ഈ സംസാരത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം, അതായത് നമുക്ക് എത്ര റൂം വേണം, ഏതെല്ലാം രീതിയിലാണ് നമുക്ക് വീടിൻ്റെ ഡിസൈൻ വേണ്ടത്, എന്തെല്ലാം ഫെസിലിറ്റീസാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. സ്ഥലം വന്ന് കണ്ടതിന് ശേഷം മാത്രം പ്ലാൻ തയ്യാറാക്കുക. എത്ര വലിയ എൻജിനീയർ ആണെങ്കിലും നമ്മുടെ സ്ഥലം ഏത് രീതിയിലാണെന്ന് അവർ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്ലാൻ തയ്യാറാക്കുക. എന്നിട്ട് വേണം പ്ലാൻ കൺഫേം ആക്കാൻ. വാസ്തുസംബന്ധമായ ചിന്തയുള്ളവർക്ക് ആദ്യം പ്ലാൻ വരക്കുന്ന സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ആക്കേണ്ടതാണ്. ഇതല്ലെങ്കിൽ പിന്നീട് വീട് പൊളിക്കുന്നതിനോ അതുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾക്കും കൂടുതൽ പണച്ചെലവ് വരുന്നതാണ്. വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കാൻ ഏറ്റവും അനുയോജ്യ നിരപ്പായ പ്രതലമാണ് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ചില ആളുകൾ ചെരിഞ്ഞ പ്രതലത്തിലും മറ്റും വീടെടുക്കുമ്പോൾ സൗകര്യത്തിനു വേണ്ടി ചില ബെഡ്റൂമുകൾ സ്റ്റെപ്പ് 1-2 സ്റ്റെപ്പ് താഴെയും ചില ഏരിയകൾ 1-2 സ്റ്റെപ്പ് മേലെയും ഇതുപോലെയൊക്കെ നിർമ്മിക്കാറുണ്ട്. ഇങ്ങനെ നിർമ്മിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ 35-40 വയസ്സാകുമ്പോഴേക്ക് മുട്ടുവേദനയും മറ്റും കണ്ടുവരാറുണ്ട്. അതുപോലുള്ള ആളുകൾക്കും അതുപോലെ പ്രായമായ ആളുകൾക്കും ഇങ്ങനെ നിർമ്മിക്കുന്നത് പിന്നീട് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. റോഡിൻ്റെ ലെവലിൽ നിന്ന് 2 അടിയെങ്കിലും ഉയരത്തിലായിരിക്കണം വീട് നിർമ്മിക്കേണ്ടത്. വീട് നിർമ്മിക്കുമ്പോൾ നല്ല ഒരു വ്യൂവും വീടിൻ്റെ പൊസിഷനും കറക്റ്റ് കിട്ടണമെങ്കിൽ ഇത് ശ്രദ്ധിക്കാൻ അനിവാര്യമാണ്. റെഡിമെയ്ഡ് സെപ്റ്റിക് ടാങ്കുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. കൂടുതൽ റെഡിമെയ്ഡ് സെപ്റ്റിക് ടാങ്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുന്നതിനുള്ള ചെലവുകൾ ചുരുക്കാൻ പറ്റുന്നതാണ്. തറയുടെ ആഴത്തെ സംബന്ധിച്ച് ഇപ്പോഴും സംശയമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഉറപ്പുള്ള പ്രതലങ്ങൾ കൂടുതൽ കുഴിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല. 2 അടിയിൽ കൂടുതൽ കഴിഞ്ഞാൽ കൂടുതൽ ഉറപ്പുള്ള പ്രദേശമാണെങ്കിൽ, പാറയോ മറ്റോ ആണെങ്കിൽ അതിൽ നമുക്ക് തറ നിർമ്മിക്കാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഡെക്കോ ആർട്ട് എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.